സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ കനത്ത സാഹചര്യത്തിൽ വയനാട്, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ റെഡ് അലർട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് നിലനിൽക്കുന്നത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഷീജ ആദ്യം ചേരുന്നു. ഒപ്പം തന്നെ വിവിധയിടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികളും ചേരും. ഷീജയിലേക്ക് ആദ്യം. ഷീജ, തിരുവനന്തപുരത്ത്, തെക്കൻ കേരളത്തിൽ മഴയുടെ സാധ്യത എങ്ങനെയാണ്? മഴ മുന്നറിയിപ്പുകൾ ഏത് രീതിയിലാണുള്ളത്? സർക്കാർ എടുത്തിരിക്കുന്ന ജാഗ്രതയൊക്കെ എങ്ങനെയാണ്? മനു, ഏതായാലും സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. അതായത് തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ 4 ജില്ലകളിൽ റെഡ് അലേർട്ടും 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 3 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമായിട്ടാണ് ഇന്നിപ്പോൾ മഴയുടെ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നത്. ഇനിയിപ്പോൾ 10 മണിയാകുമ്പോൾ ഒരു കൃത്യമായ ചിത്രം വ്യക്തമാകുന്നതായിരിക്കും. കാരണം ഇന്ന് രാവിലെ മുതൽ പെയ്യുന്ന മഴയുടെ തോതനുസരിച്ചായിരിക്കും പുതുക്കിയ അലർട്ടുകളിൽ മാറ്റം വരിക. ഏതായാലും നിലവിൽ ലഭിച്ചിട്ടുള്ള അലർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളിലേക്ക് ഇതിനകം തന്നെ സംസ്ഥാന സർക്കാർ കടന്നിട്ടുണ്ട്. കാരണം ഇന്നും നാളെയുമായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചിരുന്നു. പക്ഷേ ആ യോഗം ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കളക്ടർമാരുടെ സേവനം അതാത് ജില്ലകളിൽ ആവശ്യമാണ് എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആ യോഗം മാറ്റിവെച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രി എല്ലാ ജില്ലാ കളക്ടർമാർക്കും നൽകിയിട്ടുള്ള നിർദ്ദേശം, എവിടെയൊക്കെയാണോ റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുള്ളത് അവിടങ്ങളിൽ അടിയന്തരമായി തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം സജ്ജമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കണം എന്നുള്ളതാണ്. ആ രീതിയിൽ ആ തയ്യാറെടുപ്പുകൾ പൂർണ്ണമായിരിക്കണം. അതിനൊപ്പം തന്നെ യെല്ലോ അലേർട്ടും അലർട്ടില്ലാത്ത 2 ജില്ലകളുമുണ്ട്. ഈ ജില്ലകളിലും മഴയുടെ ശക്തി അനുസരിച്ച് അവിടെ ആവശ്യമായിട്ടുള്ള മുൻകരുതൽ നടപടികൾ മുന്നേ തന്നെ സ്വീകരിച്ചിരിക്കണം എന്നുള്ളതാണ്. കാരണം മഴ ഏതെങ്കിലും പ്രദേശത്ത്, പ്രത്യേകിച്ചും മലയോര മേഖല, താഴ്ന്ന പ്രദേശങ്ങൾ ഒക്കെ അവിടങ്ങളിലുള്ള ജനങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് മഴ ഏത് രീതിയിൽ മഴയുടെ ശക്തി മാറുന്നു എന്നുള്ളത് പ്രവചിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുള്ള അലർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ജനങ്ങൾ പൂർണ്ണമായും ഇതിനോട് സഹകരിക്കണം. പ്രത്യേകിച്ചും താഴ്ന്ന പ്രദേശങ്ങളിലും മലയോര മേഖലയിലും അവിടങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ മാറി താമസിക്കാൻ തയ്യാറാകണം. അത് പകൽ സമയങ്ങളിലായിരിക്കണം ഈ മാറി താമസിക്കാൻ വേണ്ടി വിനിയോഗിക്കുന്ന സമയം എന്ന് പറയുന്നത്. കാരണം രാത്രികാലങ്ങളിൽ ഒരിക്കലും മാറി താമസം, അവിടെ വീട് വിട്ട് മറ്റിടങ്ങളിലേക്കുള്ള സഞ്ചാരം അത് സുരക്ഷിതമല്ല. അതുകൊണ്ട് പകൽ സമയങ്ങളിൽ ഈ രീതിയിൽ മാറി താമസിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്നുള്ളൊരു അഭ്യർത്ഥന കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രിയും നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓരോ മണിക്കൂർ ഇടവിട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ കാലാവസ്ഥ ഏത് രീതിയിലാണ് ജില്ലകളിൽ എന്നുള്ളത് നിരീക്ഷിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ താഴെത്തട്ടിലേക്ക് അതാത് ജില്ലാ ഭരണകൂടങ്ങൾക്ക് നൽകുന്നുണ്ട്. റവന്യൂ മന്ത്രിയും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു സാഹചര്യത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ ആരും തന്നെ അവധിയിൽ പോകരുത്, അവധിയിൽ പോയവരോട് തിരികെ ജോലിയിൽ പ്രവേശിക്കാനുള്ളൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാർ പൂർണ്ണ രീതിയിൽ സർക്കാർ സംവിധാനങ്ങൾ എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം ഒരു മിന്നൽ പ്രളയത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്, മഴവെള്ളപ്പാച്ചിലിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവിധത്തിലുള്ള മുൻകരുതൽ നടപടികളും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അലർട്ടുകൾ വരുന്ന മുറയ്ക്ക് അതോടൊപ്പം തന്നെ ഓരോ മണിക്കൂർ ഇടവിട്ടും ആ കാര്യങ്ങൾ നിരീക്ഷിച്ചാണ് തുടർ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. മനു, ശരി ഷീജ.